ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള എക്കാലത്തെയും മികച്ച 5 ഹൊറർ മൂവീസ് അതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ മൂവി ഗെറ്റ് ഔട്ട്. 2017 ഇറങ്ങിയ നല്ലൊരു ഹൊറർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഇതിൽ ക്രിസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരൻ്റെ ഗേൾഫ്രണ്ടായ റോസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചുള്ള ഒരു മൂവിയാണിത്. ഇതിൽ ക്രിസിൻ്റെ ഗേൾഫ്രണ്ടായ റോസും കൂടെ റോസിൻ്റെ വീട്ടിൽ ഒരു വാരാന്ത്യത്തിൽ ചെല്ലുന്നതായിട്ടും അവിടെ ദിവസങ്ങൾ കഴിയും തോറും ക്രിസിനുണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങളും മറ്റു ഹൊറർ രീതിയിലുള്ള കഥകളുമാണ് ഈ സിനിമയിലുള്ളത്. നിങ്ങൾ കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് അറിയിപ്പിക്കുക. ഗെറ്റ് ഔട്ട് 2017 1 ഓസ്കാറും 4 നോമിനേഷനും കിട്ടിയിട്ടുള്ളതാണ്. 4ാമത്തെ മൂവി സൈക്കോ ആണ്. 1960 ഇറങ്ങിയിട്ടുള്ള വിഖ്യാത ഡയറക്ടറായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്കിൻ്റെ ഏറ്റവും നല്ലൊരു മൂവികളിൽ ഒന്നാണ് സൈക്കോ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും സൈക്കോ മൂവിയെക്കുറിച്ച്. പക്ഷേ നിങ്ങളിത് കണ്ടു നോക്കണം. ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരിയായ മരിയോൺ ക്രെയിൻ എന്ന ഒരു കഥാപാത്രത്തെ ബേസ് ചെയ്തിട്ടാണ്. ഈ മരിയോൺ ക്രെയിൻ ഒരു ജീവനക്കാരിയാണ്, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പല ആഘാതങ്ങളും ഉണ്ടായത് കാരണം അവരുടെ ജീവിതം മടുത്തിരിക്കുകയാണ്. അവർ അതുകൊണ്ട് തന്നെ അവരുടെ കാമുകനായ സാമിനൊത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്, ഡിന്നറിന് പോകുന്നുണ്ട്. പക്ഷേ സാമിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും അയാളെ ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത്. അത് കാരണം അവർ തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എപ്പോഴും ഈ മരിയോണിൻ്റെ കയ്യിൽ കുറച്ച് പൈസ വരുന്നു, കുറച്ച് ഡോളേഴ്സ് വരുന്നു. ആ പൈസ വെച്ചിട്ട് അവർ വിചാരിക്കുന്നു പുതിയൊരു ജീവിതം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൈസ എടുത്ത് മരിയോൺ നഗരം വിട്ട് സാമിൻ്റെ വീട് നിൽക്കുന്ന കാലിഫോർണിയയിലുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്ക് പോകാൻ അവർ വെക്കുന്നു. അങ്ങനെ കാറും എടുത്ത് അവർ യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിക്ക് വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു, വണ്ടി അതിലകപ്പെടുന്നു, വഴിതെറ്റുന്നു. എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഒരു ഹോട്ടലിലെത്തുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരനാണ് ഹോട്ടൽ നടത്തുന്നത്. ആ ചെറുപ്പക്കാരനെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന അമ്മയാണ്. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് കാണുക. നല്ലൊരു പടമാണ് ഹിച്ച്കോക്കിൻ്റെ സൈക്കോ 1960. ഇതിന് 4 നോമിനേഷൻ ഓസ്കാറിൻ്റെ കിട്ടിയിട്ടുണ്ട്. 3ാമത്തെ പടം ഹെറഡിറ്ററി 2018 സംവിധാനം ചെയ്തിരിക്കുന്ന ആരി അസ്റ്ററാണ്. ഗ്രഹാം കുടുംബത്തിൽ നടക്കുന്ന പല രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഈ മൂവി പറയുന്നത്. ഗ്രഹാം കുടുംബത്തിൽ മുതിർന്ന ഒരു വ്യക്തിയായ ജലൻ മരിക്കുന്നു. അവരുടെ മകളുടെ കുടുംബം അവരുടെ വംശപരമ്പരയെക്കുറിച്ചുള്ള നിഗൂഢതകൾ പിന്നെ കൂടുതൽ അറിയാൻ കഴിയുന്നു. ആ നിഗൂഢതകളിൽ പല ബ്ലാക്ക് മാജിക്കുകൾ ഉണ്ടായിരുന്നു. അത് കാരണം അവരുടെ കുടുംബത്തിലുണ്ടാകുന്ന പല വിഷയങ്ങൾ, പല പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്, നിങ്ങൾ കാണുക. അടുത്തതായിട്ടുള്ളത് ഷൈനിങ് ആണ്. 1980 ഇറങ്ങിയ പടമാണ്. സ്റ്റാൻലി ക്യൂബ്രിക്കാണ് ഇതിൻ്റെ സംവിധായകൻ. ഒരു ഓഫ് സീസൺ കെയർ ടേക്കറായി ജോലിക്ക് പ്രവേശിച്ച ഒരു 70-കാരനും മദ്യപാനിയുമായ ജാക്ക് ടോറസ് എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ്. അയാളുടെ ഭാര്യ, 2 മക്കൾ, അവരെ കൂട്ടിക്കൊണ്ട് ഒരു ഹോട്ടലിൽ കൊണ്ടുപോകുന്നതും അവിടെ വെച്ചുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കഥയാണ്. കണ്ടു നോക്കുക. നല്ലൊരു മൂവിയാണ്. ദ ഷൈനിങ് 1980. ദ ലാസ്റ്റ് വൺ ദ എക്സോസിസ്റ്റ് 1973 ഈ പടം ഇറങ്ങിയത്. വില്യം ഫ്രിഡ്കിൻ ആണ് ഇതിൻ്റെ സംവിധായകൻ. വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസാണ്. ഓൾഡ് മൂവിയാണ്. 1973 ഇറങ്ങിയ ഒരു മൂവിയാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും. ഈ കഥ നടക്കുന്നത് വാഷിങ്ടൺ DC-യിൽ പ്രസിദ്ധയായ ഒരു നായിക, അവരുടെ 12 വയസ്സുകാരനായ ഒരു മകൻ, ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് വന്നത്. 12 വയസ്സുകാരനായ മകൻ ഒരു ഓജോ ബോർഡ് ഉപയോഗിച്ച് അയാൾ കളിക്കുന്നു. അതിനുശേഷം അയാൾക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു. ആ മാറ്റങ്ങൾ ചികിത്സിക്കാനായിട്ട് നടി 2 പ്രീസ്റ്റിനെ കൊണ്ടുവരുന്നു. അതോടെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ദ എക്സോസിസ്റ്റ് 1973. ദ ബെസ്റ്റ് ഹൊറർ മൂവിക്ക് ഓസ്കാർ കിട്ടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പടത്തിനാണ്. 2 ഓസ്കാറാണ് ഈ പടത്തിന് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഈ പടം കാണുക. ദ എക്സോസിസ്റ്റ് 1973. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഹൊറർ മൂവീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും.